പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് ഇസ്ലാം എന്നത് സമഗ്രമായ ഒരു ജീവിത ദർശനമാണെന്ന്. അത് ശരിയാണ്. ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും കൃത്യമായി പ്രതിപാദിക്കുന്ന, അതുമാത്രമല്ല പാരത്രിക വിഷയങ്ങൾ കൂടി കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള സമഗ്രമായ സമ്പൂർണമായ ഒരു ജീവിത ദർശനമാണ് ഇസ്ലാം എന്ന് നമുക്കെല്ലാം അറിയാം. ഈ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട 5 സ്തംഭങ്ങൾ, 5 പില്ലറുകൾ, 5 തൂണുകൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇസ്ലാമിനെ ഒരു ബിൽഡിങ്ങിനോട്, ഒരു കെട്ടിടത്തോട്, 5 തൂണുകളുള്ള ഒരു കെട്ടിടത്തോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉപമിച്ചിട്ടുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാമിനെ 5 തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നാം അതിനെ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയും. ഇതാണ് അതിൻ്റെ 5 തൂണുകൾ. ആ 5 തൂണുകൾ അതിൻ്റെ ഉറപ്പോടുകൂടി ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ മുകളിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ കെട്ടിടം ഉണ്ടാവുക. ഏതെങ്കിലും ഒരു തൂണിനെ അവഗണിച്ചാൽ, ഏതെങ്കിലും ഒരു പില്ലറിനെ അടർത്തി മാറ്റിയാൽ ഇസ്ലാം ഒരിക്കലും സമ്പൂർണമാവുകയില്ല. ഏതൊക്കെയാണ് 5 പില്ലറുകൾ? അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചു: ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്ന് ഷഹാദത്ത് കലിമയാണ്. ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പ്രഖ്യാപിക്കൽ ഈ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൻ്റെ തുടർച്ചയുണ്ട്, അതിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഷഹാദത്ത് എന്ന് പറയുന്നത് ഒരു തവണ പറഞ്ഞു തീർക്കേണ്ട ഒന്നല്ല. നമ്മുടെ മരണം വരെ നമ്മോടൊപ്പം ഉണ്ടാകേണ്ട ഒന്നാണ് ഷഹാദത്ത് എന്നത്. അപ്പോൾ ഒന്ന് ഷഹാദത്ത് കലിമയാണ്. അത് അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചവരാണ് നാം എല്ലാവരും. രണ്ടാമത്തേത് ഇഖാമിസ് സ്വലാഹ്, രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ പില്ലർ, തൂണ്, നിസ്കാരം, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കലാണ്. അതും നമുക്ക് കൃത്യമായിട്ട് അറിയാം. മൂന്നാമത്തെ പില്ലർ സക്കാത്ത് കൊടുക്കലാണ്. 4 വസ്സൗമി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലാണ്. റമളാൻ സമാഗതമാവുകയാണ്. റമളാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമുള്ള സത്യവിശ്വാസികൾ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും റമളാനിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയും വിധം റമളാനിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ റമളാനിലെ നോമ്പാണ് 4ാമത്തെ അതിൻ്റെ തൂണ്. 5ാമത്തെ തൂണ് വഹജ്ജുൽ ബൈത്ത്, നമുക്കറിയാം ഹജ്ജ് ചെയ്യലാണ്. പരിശുദ്ധ കഅബയെ ലക്ഷ്യം വെച്ച് ചെന്ന് അള്ളാഹു നിർബന്ധമാക്കിയ ഹജ്ജ് കർമ്മം ചെയ്യലാണ്. ഈ 5 പില്ലറുകൾ പൂർണ്ണമായി വിശ്വാസികൾ നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമേ ഇസ്ലാം സമഗ്രമായ സമ്പൂർണമായ ഒരു ജീവിത ദർശനമാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സങ്കടകരമായ കാര്യം, നമുക്ക് ഷഹാദത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നിസ്കാരത്തിന്റെ പ്രാധാന്യം നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ പോലും എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം നിസ്കാരത്തിന്റെ പ്രാധാന്യം. നോമ്പിന് വേണ്ടി നോമ്പും എല്ലാവർക്കും അറിയാം. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും വളരെ ആവേശത്തോടു കൂടിയാണ് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാറുള്ളത്. ഹജ്ജിന്റെ കാര്യം, ഹജ്ജ് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ നിർബന്ധമുള്ളൂ. പലതവണ ഹജ്ജ് ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പല ഹജ്ജുകൾ ചെയ്തിട്ടുണ്ടോ എന്ന്. ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ്. അതിന്റെ പേര് ഹജ്ജത്തുൽ വിദാ എന്നാണ്. റസൂലിന്റെ പ്രൗഢോജ്വലമായ അല്ലെങ്കിൽ വിശ്വവിഖ്യാതമായ ഹജ്ജത്തുൽ വിദാ, അതിലാണ് ഖുതുബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം നടന്നത്. ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ മക്കക്കാരനായിരുന്നിട്ട് പോലും റസൂൽ നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ജീവിതത്തിൽ ഒരു തവണ മാത്രം നിർവഹിക്കൽ നിർബന്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് പലരും ജീവിതത്തിൽ 1ഉം 2ഉം 3ഉം ഒക്കെ നിർവഹിക്കുമ്പോൾ അത് അത്രമാത്രം ആവേശം ആ വിഷയത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ കൽപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. എന്നാൽ ഇതിൽ 3ാമത് പറഞ്ഞ ഷഹാദത്ത് കലിമ കഴിഞ്ഞ്
നിസ്കാരം കഴിഞ്ഞ് മൂന്നാമത് പറഞ്ഞ മുതലുള്ളവർ സക്കാത്ത് കൊടുക്കണം എന്ന വിഷയത്തിൽ വലിയ ഒരു അലംഭാവം മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, എന്താണ് ഇസ്ലാമിലെ സക്കാത്ത്? നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ 27 സ്ഥലങ്ങളിൽ നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ അനുഷ്ഠാനത്തോടൊപ്പമാണ് സക്കാത്തിനെ ചേർത്ത് പറഞ്ഞത്. അല്ലദീന യുഖീമൂന സ്വലാ വഈതാഉസ് സക്കാ. എത്ര ഇടങ്ങളിലാണ് വഅഖീമുസ് സ്വലാ വആതുസ് സക്കാ. നിസ്കാരവും സക്കാത്തും അത്രമേൽ ചേർന്ന് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളാണ്. അതിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ബേജാറും വലിയ ശ്രദ്ധയുമുണ്ട്. എന്നാൽ സക്കാത്തിന്റെ കാര്യത്തിൽ അത്രയധികം ശ്രദ്ധ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ അള്ളാഹിന്റെ റസൂൽ വഫാത്തായി. നീണ്ട ചർച്ചകൾക്ക് ശേഷം മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഉടനെ ഉണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒന്ന്, ചില ആളുകൾ സക്കാത്ത് നിഷേധിച്ചു എന്നുള്ളതാണ്. വേറെ ചില പ്രശ്നങ്ങൾ പുറത്തു നിന്നുണ്ടായി. അതെന്താണ്? സജ്ജാഹയെ പോലെ, മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ കള്ളപ്രവാചകന്മാർ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു എന്നതാണ്. കള്ളപ്രവാചകന്മാരൊന്നു ഞാനും നബിയാണ് എന്ന് പറഞ്ഞ് സജ്ജാഹ വന്നു, അതുപോലെ മുസൈലിമത്തുൽ കദ്ദാബ് വന്നു. അങ്ങനെ ആഭ്യന്തരവും അല്ലാത്തതുമായ പല പ്രശ്നങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ അതിലൊന്ന് സക്കാത്ത് നിഷേധമാണ്. അള്ളാഹിന്റെ റസൂൽ വഫാത്തായി. ഞങ്ങൾ വേണമെങ്കിൽ നിസ്കരിച്ചോളാം, പക്ഷേ സക്കാത്ത് ഞങ്ങൾ നൽകുകയില്ല. എന്താ സംഭവിച്ചത്? സക്കാത്ത് നിഷേധികൾക്കെതിരെ യുദ്ധപ്രഖ്യാപനമാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയത്, പ്രഖ്യാപിച്ചത്. അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. നിസ്കാരത്തിന് എത്രമേൽ പ്രാധാന്യമുണ്ടോ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിലെ സക്കാത്ത് എന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ തിരിച്ചറിയണം. പക്ഷെ അത് എല്ലാവർക്കും നിർബന്ധമില്ല. സക്കാത്ത് എന്നത് എല്ലാവർക്കും നിർബന്ധമില്ല. മുതലുള്ളവർ അവരുടെ മുതലിന്റെ ഇത്ര ശതമാനം, ഞാനതിന്റെ മസ്അല പറയാൻ ഈ ഖുതുബയിൽ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. സക്കാത്തിന്റെ പ്രാധാന്യം മാത്രമേ പറയുന്നുള്ളൂ. പല വിധത്തിലുള്ള സക്കാത്തുകളുണ്ട്. ഏതെല്ലാം നിലക്ക് നമുക്ക് വരുമാനങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി കണക്ക് കൂട്ടി വർഷത്തിൽ ഒരിക്കൽ അതിന്റെ വർഷം പൂർത്തിയാകുമ്പോൾ കണക്ക് കൂട്ടി കൃത്യമായി ഇത്ര ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് റമദാൻ വരുമ്പോ റമദാൻ 27 വീട്ടിലാരെങ്കിലും തെരഞ്ഞു വന്നപ്പോ അവർക്ക് എന്തെങ്കിലും ചില്ലറ കാശ് കൊടുത്തത് കൊണ്ട് തീരുന്ന ഒന്നല്ല. നിന്റെ മുതലിന്റെ ഇത്ര ശതമാനം സഹോദര, അത് നിന്റെതല്ല, അത് നിനക്ക് അവകാശപ്പെട്ടതല്ല, അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് സത്യവിശ്വാസികളായി നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് 3 സമ്പദ് വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടുള്ളത്. 3 സമ്പദ് വ്യവസ്ഥകൾ. അതിലൊന്ന് ക്യാപിറ്റലിസമാണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. നമുക്കറിയാം, മുതലാളിത്തമാണ് ഇന്ന് ലോകത്ത് എല്ലാ ഇടങ്ങളിലും ഉള്ളത്. അല്ലെങ്കിൽ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണ് നിലകൊള്ളുന്നത്, ക്യാപിറ്റലിസം. അതിന്റെ അപകടം എന്താണ്? അതിൽ പണമുള്ളവൻ പിന്നെയും പണക്കാരനാവുകയാണ്. പിന്നെയും ലോകത്തിലെ മൊത്തം സമ്പത്ത് ഏതാനും ചില വ്യക്തികളിൽ മാത്രം കുമിഞ്ഞുകൂടുകയാണ്. അവരുടെ അക്കൗണ്ടിലാണ് മഹാഭൂരിപക്ഷം വരുന്ന സമ്പത്ത് എന്ന് പറയുന്നത്. എന്നാൽ പാവപ്പെട്ടവൻ പിന്നെയും പാവപ്പെട്ടവനാവുകയാണ്. മുതലാളിത്തത്തിൽ കയ്യൂക്കുള്ളവന് കാര്യക്കാരനാകാം. നിനക്ക് സാമർഥ്യമുണ്ടോ, നിനക്ക് ബുദ്ധിയുണ്ടോ, നിനക്ക് കയ്യൂക്കുണ്ടോ, ഹറാം ഹലാൽ എന്നൊന്നും നോക്കാതെ ഉണ്ടാക്കിക്കോ എത്ര വേണമെങ്കിലും. അതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അതിന്റെ അപകടം പണമുള്ളവൻ പിന്നെയും പണക്കാരനാവുകയും പാവപ്പെട്ടവൻ പിന്നെയും പാവപ്പെട്ടവനായി മെലിഞ്ഞൊട്ടിപ്പോകുന്ന വളരെ ദാരുണമായ അവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ലോകത്തിന് നൽകിയിട്ടുള്ളത്. ഇത് ഇന്ന് ലോകം അനുഭവിക്കുന്നതാണ്. മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. അത് ഒരു വേള അപകടകരമായ, ലോകത്ത് ഒരു വേള വലിയ വിപ്ലവങ്ങൾ തോന്നിപ്പിച്ചിട്ടുള്ള ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ. അവർ NEP എന്ന് പറയുന്ന പുതിയ ഒരു പരിപാടി അവതരിപ്പിച്ചു.
ന്യൂ എക്കണോമിക് പോളിസി, അതെല്ലാം അറിയുന്നവരും പഠിക്കുന്നവരുമാണ് എന്റെ മുന്നിലുള്ളത്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ പോലും നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോ അത് പരാജയമാണെന്നും അവസാനം അത് നടപ്പിലാക്കാൻ തീരുമാനിച്ച ആളുകളെ നടുറോട്ടിലിട്ട് അടിച്ചോടിക്കുന്ന സാഹചര്യം പോലും ലോകം സാക്ഷ്യം വഹിച്ചതാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അത് പ്രായോഗികമല്ല. പറയാനെന്നും അറിയാം. ലെനിനെ പോലുള്ള ആളുകൾ വലിയ സിദ്ധാന്തങ്ങൾ ലോകത്തോട് വിളമ്പിയിട്ടുണ്ട്, അതിനെതിരെ സ്വാതന്ത്ര്യമുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ല, അത് പ്രായോഗികമല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല, അത് പരാജയമാണ് എന്ന് ലോകം അനുഭവിച്ചതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ പരാജയമാണ്. മറ്റൊന്നുള്ളത് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയാണ്. ഇസ്ലാമിക് എക്കണോമിയാണ്, എക്കണോമിക് തിയറിയാണ് ഇസ്ലാമിന്റെ. അത് ലോകത്ത് വരാൻ പാടില്ല. കേരളത്തിന്റെ മുൻ കുറച്ച് 2 ടേം മുമ്പുള്ള ധനകാര്യമന്ത്രി നമ്മുടെ തോമസ് ഐസക്, അദ്ദേഹം ഇതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിയിട്ട് പറഞ്ഞു, ഒരു പലിശരഹിത സംവിധാനം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ ഒരു പരിധി വരെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന്. പക്ഷെ അപ്പോഴേക്ക് പലരും കുരച്ചു ചാടി. കാരണം എന്താ? അവിടെ നേട്ടമുണ്ടാകുന്നത് ഇസ്ലാമിനാണ്. കൃത്യമായ ഒരു പോളിസി ജനങ്ങളുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ. നമുക്കറിയാമല്ലോ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ള ഒരു കാലഘട്ടമാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഖാമിസു ഖുലഫാഉർ റാഷിദീൻ. റാഷിദുകളിൽ 5ാമൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലമൊന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. അങ്ങനെ എത്രയെത്ര കാലഘട്ടങ്ങൾ. സകാത്തുമായി അതിന്റെ ഉദ്യോഗസ്ഥന്മാർ നടക്കുമ്പോൾ സകാത്ത് സ്വീകരിക്കാൻ അതിന് അർഹതപ്പെട്ട ആളുകളില്ലാത്ത കാലഘട്ടം ഇസ്ലാമിക രാഷ്ട്രത്തിൽ ധാരാളം കടന്നു പോയിട്ടുണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇസ്ലാമങ്ങൾ മാറ്റിവെച്ചേക്ക്. ഇസ്ലാം എന്ന പേര് പ്രശ്നമാണോ എങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. ഈ പോളിസി നിങ്ങൾക്ക് എടുത്തുകൂടെ? ഇസ്ലാമിക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള എക്കണോമിക് പോളിസി എത്ര മനോഹരമാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സക്കാത്ത് എന്നുള്ളത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ഉജ്ജ്വലമായ മനോഹരമായ ഒരു സാമ്പത്തിക പോളിസിയാണെന്ന് സത്യവിശ്വാസികളായ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ, ഇനി പറയേണ്ടതില്ല, ജനങ്ങളുടെ സുരക്ഷിതത്വമാണ്. ഇത് നടപ്പിലാക്കിയാൽ വലിയ ഒരളവിലല്ല, സമ്പൂർണമായി ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രം ഒരു വർഷത്തെ സക്കാത്ത് കൃത്യമായി കണക്കാക്കി പിരിച്ചെടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വരുമെന്ന്. 1000-ലേറെ കോടി രൂപ ആ വിധത്തിൽ വരും. എന്തെല്ലാം ചെയ്യാൻ കഴിയും? എല്ലാ കൊല്ലവും കോടിക്കണക്കിന് 1000 കോടി രൂപ എല്ലാ കൊല്ലവും മുസ്ലിങ്ങൾ പിരിച്ചെടുത്താൽ പിന്നെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ദരിദ്രന്മാരാരെങ്കിലും ഉണ്ടാകുമോ? ഇതെന്താ സംഭവിക്കുന്നത്? എല്ലാ കൊല്ലം എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച പോലെ കൊടുക്കും, അല്ലെങ്കിൽ ചില ആളുകൾ വലിയ എമൗണ്ട് തന്നെ കൊടുക്കും. ചില ആളുകൾ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞ് റമദാനിൽ ചില ചില്ലറകൾ വിതരണം ചെയ്യും. അപ്പൊ കഴിഞ്ഞ കൊല്ലം വാങ്ങിയവൻ പിറ്റത്തെ കൊല്ലവും അവൻ വാങ്ങും. അങ്ങനെ കൊല്ലം സക്കാത്ത് വാങ്ങുന്ന ആളുകൾ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് സക്കാത്ത് വിതരണം, സക്കാത്തിന്റെ രീതി എങ്ങനെയാണ്? നമുക്കറിയാം, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യരിൽ പ്രഗൽഭനാണ് മുആദ് ഇബ്നു ജബൽ. മുആദ് ഇബ്നു ജബൽ തങ്ങളെ യമൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് അള്ളാഹിന്റെ റസൂല് അവിടുത്തെ ഗവർണറായി നിയമിച്ചു. മുആദിനോട് പറഞ്ഞു, മുആദേ, അത് വലിയ ചരിത്രമാണ്, വല്ലാതെ രോമാഞ്ചം ഉണ്ടാക്കുന്ന ചരിത്രമാണ് മുആദ് തങ്ങളുടെ യാത്ര, റസൂലിനോടുള്ള വിട പറയൽ. എന്തുമാകട്ടെ, മുആദ് ഇബ്നു ജബൽ തങ്ങള് അങ്ങ് യമനിലേക്ക് പോകുമ്പോ അള്ളാഹിന്റെ റസൂല് ചില നിർദ്ദേശങ്ങൾ നൽകി. മുആദേ, അവർക്ക് ഇസ്ലാം പഠിപ്പിക്കണം, അവർക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം ആ നാട്ടുകാർക്ക്. അവരതിന് തയ്യാറാണെങ്കിൽ, സന്നദ്ധമാണെങ്കിൽ പിന്നെ അവരെ നിസ്കാരം പഠിപ്പിക്കണം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്താണ്, അതവരെ ബോധ്യപ്പെടുത്തണം, പഠിപ്പിക്കണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അവരെ പഠിപ്പിക്കേണ്ടത് സക്കാത്തിന്റെ പ്രാധാന്യമാണ്. സക്കാത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സക്കാത്ത് കൊടുക്കണം കേട്ടോ, സക്കാത്ത് കൊടുത്തോളിട്ടോ എന്നല്ല. അള്ളാഹുവിന്റെ റസൂല് സ്വഹീഹായ ഹദീസിൽ കാണാം, ആ സക്കാത്ത് എങ്ങനെയെന്നറിയോ? അവരുടെ സമ്പന്നരിൽ നിന്ന് വസൂലാക്കണം, സമ്പന്നരായ ആളുകളിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കണം.
വതുഖദു മിൻ അഗ്നി അലാ ഫുഖറാഇഹിം, എന്നിട്ട് ഫക്കീറന്മാരായ പാവപ്പെട്ട ആളുകൾക്ക് അതിനെ വിതരണം ചെയ്യണം. അപ്പൊ എങ്ങനെയാ സക്കാത്ത് കൊടുക്കേണ്ടത്? സമ്പന്നരിൽ നിന്ന്. കാരണം എന്താ അറിയോ? ഇത് സമ്പന്നരുടെ ഔദാര്യമല്ല സക്കാത്ത്. നിങ്ങൾ വേണമെങ്കിൽ സ്വതക്ക എന്ന് പറയുന്ന റമദാനിലൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കുമല്ലോ, ഹദിയൊക്കെ, അത് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, പക്ഷെ അങ്ങനെ വേണമെങ്കിൽ കൂട്ടാം, നിർബന്ധമുള്ള കാര്യമല്ല. സക്കാത്ത് എന്നുള്ളത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതൊരു വ്യക്തിയിൽ നിന്ന് വാങ്ങുമ്പോൾ ശരി കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും, വിധേയത്തൊക്കെ ഉണ്ടാവും. അതെവിടെ കൊടുക്കുക? ബൈത്തുൽ മാൽ എന്ന് പറയുന്ന സംവിധാനത്തിൽ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോ അവരിൽ അടക്കുക, എന്നിട്ട് അവർ കൃത്യമായി അവകാശപ്പെട്ട ആളുകൾക്ക് നൽകുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ആരോട്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട്. തെളിവ് 1. രണ്ടാമത്തെ തെളിവ് നോക്ക്, പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ 60-ാമത്തെ ആയത്തിൽ, സൂറത്തു തൗബ എന്ന് പറയുന്നത് ഖുർആനിലെ 9-ാം അധ്യായം, 9-ാം അധ്യായത്തിന്റെ 60-ാമത്തെ സൂക്തം വായിക്കുക. അതിൽ പറയുന്നു, ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്നിങ്ങനെ തുടങ്ങുന്നുണ്ട്. അത് സ്വദക്ക എന്ന് പറയുന്ന ഈ സക്കാത്ത് കൊടുക്കേണ്ടത് 1 ഫക്കീറന്മാർക്കാണ്, 2 മിസ്കീന്മാരാണ്, 3-ാമത് അതിൽ എണ്ണിയത് നിങ്ങൾ ഖുർആൻ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. 3-ാമത് അത് എണ്ണി പറഞ്ഞത് വൽ ആമിലീന അലൈഹാ, സക്കാത്തിന്റെ തൊഴിലാളികളാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, സക്കാത്ത് ജോലിക്കാരാണ്. സക്കാത്ത് ഇങ്ങനെ ഓരോരുത്തരും ഓരോ മുതലാളി വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിന് ജോലിക്കാർ. ഇത് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഇസ്ലാമിൽ സക്കാത്തിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിലെ സ്റ്റാഫുകളുണ്ട്, അതിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ഇത് 8 അവകാശികളിൽ ഒരു കൂട്ടരാണ്. അവർക്ക് വേണമെങ്കിൽ അവർക്ക് സക്കാത്ത് എടുക്കാം. 8 അവകാശികളിൽ ഒരു കൂട്ടർ അവരാണെന്ന് പരിശുദ്ധ ഖുർആൻ ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം പറഞ്ഞു. വൽ ആമിലീന അലൈഹാ, സക്കാത്തിന്റെ ജോലിയിൽ ഏർപ്പെട്ട ആളുകൾ, സക്കാത്ത് ഉദ്യോഗസ്ഥന്മാർ. തെളിവ് 2. 3-ാമത്തെ തെളിവ് നോക്ക്, പരിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞ സൂറത്തു തൗബ, ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 103-ാമത്തെ ആയത്തില് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതാ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്, ഖുദ് മിൻ അംവാലിഹിം സദഖ. അല്ലാഹുവിന്റെ റസൂലെ, അവരുടെ അംവാൽ, അവരുടെ സമ്പത്തിൽ നിന്ന് നീ അവരുടെ സക്കാത്തിനെ ഈടാക്കുക, പിടിച്ചെടുക്കുക. ഖുദ് എന്ന് പറഞ്ഞാൽ എന്താ? അറബി ഒരു അല്പമെങ്കിലും അറിയുന്നവർക്ക് അതിന്റെ അർത്ഥം അറിയാമല്ലോ. അഖദ യഖുദു, ഖുദ് പിടിക്കുക, വസൂലാക്കുക, സ്വീകരിക്കുക. മിൻ അംവാലിഹിം സദഖ. ഇവിടെ മിക്ക ഇടങ്ങളിലും സക്കാത്തിന് സ്വദക്ക എന്ന പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. അത് വേറെ വിശദീകരിക്കേണ്ടതാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം. ആ സമ്പത്ത്, ആ സക്കാത്ത് അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് പിടിച്ചെടുക്കണം, അവരിൽ നിന്ന് സ്വീകരിക്കണം. വസല്ലി അലൈഹിം, എന്നിട്ട് അവർക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആർക്കാ പ്രാർത്ഥിക്കേണ്ടത്? അവർക്ക് പ്രാർത്ഥിക്കണം. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, കാരണം താങ്കളുടെ പ്രാർത്ഥന അവർക്ക് വലിയ ഒരു മനസ്സമാധാനമാണ്. അങ്ങനെയാണല്ലോ ചില ഉസ്താദുമാര്, ചില ഗുരുനാഥന്മാർ നമുക്ക് വിശ്വാസമുള്ള ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, ദുആ ചെയ്യിപ്പിക്കുക. അത് നല്ല സംസ്കാരമാണ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, മക്കൾക്ക് വേണ്ടി, എന്റെ കുട്ടിക്ക് വേണ്ടി ഉസ്താദെ പ്രാർത്ഥിക്കണം. സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. അത് നമ്മുടെ പൂർവികരായ ആളുകൾ തുടർന്നു വന്നിട്ടുള്ള നല്ല ഒരു സംസ്കാരമാണ്. ദുആ ചെയ്യിപ്പിക്കുക. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, തീർച്ചയായും താങ്കളുടെ ദുആ അവർക്ക് സക്കനാണ്, സമാധാനമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി എത്രയാ തെളിവ് വേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രമേൽ പ്രധാനപ്പെട്ട സക്കാത്ത്. അപ്പൊ ഒരു ചോദ്യം വരും, ഇതൊക്കെ ഇസ്ലാമിക ഖിലാഫത്തുള്ളിടത്തല്ലേ നടക്കാവൂ? അല്ലെ, ഇതിന് ഒരു ഇസ്ലാമിക ഗവൺമെന്റ് വേണ്ടേ, ഭരണകൂടം വേണ്ടേ? ശരിയാണ്, യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയാണ് നടക്കേണ്ടത്. ഇത് മാത്രമല്ലട്ടോ, എല്ലാ കാര്യങ്ങളും റമദാനിൽ ഇതാ റമദാൻ മാസമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടത് ആരാണ്? അമീറാണ്. അമീറുൽ മുഅ്മിനീനാണ്. അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഗവർണർമാരാണ്. അതിന്റെ താഴെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകളാണ്. ആ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ? അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചോ, റമദാൻ ആകുമ്പോ കാണുന്നവര് മാസം കണ്ട് നോമ്പെടുത്തോളി, മാസം കണ്ടവര് നോമ്പെടുത്തോളി. ഇപ്പൊ ഇവിടെ ഇസ്ലാമിക ഖിലാഫത്തൊന്നുമില്ല.
അതുകൊണ്ട് തൽക്കാലം അതിന് സംവിധാനം ഇല്ല, അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് നടക്കട്ടെ എന്നാണോ തീരുമാനിച്ചത്? അതല്ല, അതിന് ഒരു ബദൽ സംവിധാനം ഖാദിമാരായും മഹല്ലുകളായും ബദൽ സംവിധാനം ഖിലാഫത്ത് എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് വരെ ബദൽ സംവിധാനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ? എന്തേ അവിടെ തടസ്സമൊന്നുമില്ലേ? ഖുർആനിലുണ്ടോ തൽക്കാലം ഇങ്ങനെ ചെയ്യാമെന്ന്? ഹദീസിലുണ്ടോ അങ്ങനെ? അതിലെന്തുകൊണ്ട് അങ്ങനെ സംവിധാനം ഉണ്ടായി എന്ന് മാത്രമല്ല, ഒരു പള്ളിയിൽ ജുമുഅ നടക്കുമ്പോൾ ആരാണ് അവിടെ ഖുതുബ നിർവഹിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അമീറുൽ മുഅ്മിനീൻ അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയല്ലേ? അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളുകളല്ലേ? നമ്മൾ തീരുമാനിച്ചോ അതുകൊണ്ട് ഇവിടെ ഖലീഫ ഇല്ല, ഇനിയിപ്പോ തൽക്കാലം പള്ളിയിലെ ഖുതുബയും ജുമുഅയും വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചോ? എല്ലാ കൃത്യമായ സംവിധാനങ്ങളുണ്ടല്ലോ. ആരാണ് പള്ളിയിൽ ഇമാമത്ത് നിർവഹിക്കേണ്ടത് എന്ന് മഹല്ല് കമ്മിറ്റികളും ഉത്തരവാദപ്പെട്ടതും സയ്യിദന്മാരും ഉമറാക്കളും ഉലമാക്കളും കൂടി തീരുമാനമെടുക്കുന്നുണ്ടല്ലോ. എന്തേ അതിന് തടസ്സമൊന്നുമില്ലേ? എങ്ങനെ തടസ്സമില്ലാതെ പോയി? അപ്പൊ നിസ്കാരത്തിന് സംവിധാനമുണ്ട്, അതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ബദൽ സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട്. തീർന്നോ? ഹജ്ജിനില്ലേ സംവിധാനങ്ങൾ? ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹജ്ജിന് വിളംബരം ചെയ്യൂ ഇബ്രാഹിം നബിയെ. വിളംബരം ചെയ്യുമ്പോ അങ്ങേ അറ്റത്ത് നിന്ന് ദുർഘടമായ വഴികൾ പോലും താണ്ടിക്കൊണ്ട് അവര് വന്നോളും എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അവര് വന്നോളും, അവർ വരും. എന്നാ പിന്നെ ഇവിടെയുള്ള പണ്ഡിതന്മാർ കണ്ട് തീരുമാനിച്ചാൽ പോരെ? നിങ്ങളൊക്കെ പറ്റുന്നവര് പൊയ്ക്കോളിയും. എന്താ പോകാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ലേ? രാജ്യത്തില്ലേ? പാസ്പോർട്ടില്ലേ? വിസ ഇല്ലേ? കാശില്ലേ? പിന്നെന്തിനാണ് ഹജ്ജ് ഗ്രൂപ്പുകളും ഹജ്ജ് കമ്മിറ്റികളും? എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം? ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത്? പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് അധികാരം നൽകിയോ? ഹദീസിലുണ്ടോ? ഏത് ഫിഖ്ഹിയാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത്? അങ്ങനെ നിങ്ങൾക്ക് അധികാരം ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച കിതാബുകളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, അതിന്റെ അകത്തളങ്ങളിൽ നിന്ന്, ഹദീസിന്റെ ആഴങ്ങളിൽ നിന്ന്, ഫിഖ്ഹിന്റെ കിതാബുകളിൽ നിന്ന് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയിടത്തു നിന്ന് എന്റെ സക്കാത്ത് മാത്രം നിങ്ങൾ കണ്ടില്ല? എന്തുകൊണ്ട് കണ്ടില്ല? ഉത്തരവാദപ്പെട്ടവർ സമാധാനം പറയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരൊക്കെ എതിർത്താലും എതിർക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് നിരന്തരമായിട്ടുള്ള സംഗതിയാണ്. ഖുർആൻ ക്ലാസ് ആരംഭിച്ചപ്പോ ഖുർആൻ ഇപ്പൊ ക്ലാസ്സിലാക്കിയോ എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ, ഖുർആൻ ക്ലാസ്സിലാക്കിയോ, എന്താ ചായ പോലെയാണോ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവർ, ഫാത്തിഹ പോലും പഠിക്കൽ, ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമില്ല എന്ന് പറഞ്ഞ ആളുകൾ കേരളത്തിലുടനീളം ഖുർആൻ സ്റ്റഡി സെന്ററുകൾ, ഖുർആൻ പ്രഭാഷണങ്ങൾ, ഖുർആൻ പഠന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ. അതിനെ ഞാൻ വിമർശിക്കല്ല, മാറ്റങ്ങൾ നല്ലതാണ്, നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അങ്ങനെ തന്നെ ചെയ്യണം. ഫോട്ടോ എടുക്കാൻ പാടില്ല. ഫോട്ടോ ഹറാമായിരുന്നു ഒരു കാലത്ത്. ഫോട്ടോ എടുത്താൽ പിന്നെ അവിടെ പിശാച് വരും. അതുകൊണ്ട് നിർബന്ധമാണെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാം. ഓക്കെ, എങ്കിൽ പിന്നെ എന്റെ നിങ്ങളുടെ വയലുകൾക്ക് വലിയ കട്ടൗട്ടുകൾ, സിനിമാ നടന്മാരെ പോലും വെല്ലുന്ന വിധത്തിലുള്ള വലിയ കട്ടൗട്ടുകൾ വെക്കാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് നൽകിയത്? ഏത് ഖുർആനാണ്, ഏത് ഹദീസാണ് അനുവാദം നൽകിയത്? ഏത് ഫിഖ്ഹാണ് സമ്മതം നൽകിയത്? മറുപടി പറയണം. അപ്പൊ ആരാണ് അതിനെ ഹലാലാക്കിയത്? എന്നിട്ട് ഇങ്ങനെ വലിയ കാലിമാർ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുക, 2-3 ആളൊക്കെ ഇതാ മാസം ഉറപ്പിച്ചിരിക്കുന്നു. വല്ല ആവശ്യമുണ്ടോ അതിന്റെ ഈ ഫോട്ടോ എടുക്കേണ്ടത്? അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ എണ്ണി പറഞ്ഞ 1-2 ഒന്നുമല്ല. മദ്രസ പഠനം, മദ്രസയുടെ മീം ജഹന്നമിന്റെ മീമാണ്, നരകത്തിന്റെ മീമാണ്. അതുകൊണ്ട് മദ്രസ സംവിധാനം ബിദ്അത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പിന്നെ മദ്രസ ആരംഭിച്ചില്ലേ? അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മദ്രസയുള്ളത് എന്ന്. നമുക്കതിൽ വിമർശനമില്ല, നമുക്ക് എതിർപ്പില്ല, സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിക നവജാഗരണ പ്രവർത്തനങ്ങളെ എന്നും തുടക്കത്തിൽ തുരങ്കം വെക്കുക എന്നുള്ളത് മതമൗലികവാദികളായ ദുനിയാവിന്റെ പണ്ഡിതന്മാരുടെ അടയാളമാണ്, ലക്ഷണമാണ്, പണിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയുമോ? നമുക്ക് മുന്നോട്ട് പോകണ്ടേ മുഅ്മിനീങ്ങളെ? ഈ സംവിധാനം, ഈ ഒരു ബദൽ സംവിധാനം കൃത്യമായ ബൈത്തുൽ സക്കാത്ത് കേരള വളരെ വ്യവസ്ഥാപിതമായി കേരളത്തിൽ പ്രവർത്തിക്കുകയും ധാരാളം നിർധനരായ ആളുകളെ കണ്ടെത്തി അതിനെല്ലാം അവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ, ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മഹല്ലിലും അவ்விதം എന്തെല്ലാം ഈ അധികാരങ്ങളും മറ്റെല്ലാം അധികാരങ്ങളുണ്ടോ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നമ്മുടെ മഹല്ലിലും കൃത്യമായ സക്കാത്ത് സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് ഈ മഹല്ലിലെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ സംവിധാനവുമായി സഹകരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്ന് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഇന്നലെ കഴിഞ്ഞ വർഷം സക്കാത്ത് വാങ്ങിയവൻ ഇന്ന് അവൻ സക്കാത്ത് വാങ്ങാത്തവനാകണം. അങ്ങനെ 4, 5, 6, 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്വയം പര്യാപ്തത നേടിയ മനുഷ്യന്മാർ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉണ്ടാവും. കൃത്യമായ ചിട്ടയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ അത് ഉണ്ടാകും. അതിനെ തുരങ്കം വെക്കാൻ വേണ്ടി ചില മതപുരോഹിതന്മാർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സക്കാത്തിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സക്കാത്ത് എന്താണെന്ന് കൊടുക്കണം, എല്ലാവരും കൊടുക്കണം, അത് നിർബന്ധമാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ മുതലിൽ പാവപ്പെട്ടവന്റെ ഹക്കുണ്ട്, അവകാശമുണ്ട്. ആ പണം നിന്റെ മക്കള് തിന്നാൽ, അങ്ങനെ തിന്നുപോയിട്ട് പിന്നെ നീ എത്ര കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അള്ളാഹുവേ, എന്റെ മുതലിൽ പാവപ്പെട്ടവർക്കുള്ള അവകാശം ഞാൻ നിർബന്ധമായി കൊടുത്തിരിക്കും. ഇതിൽ വേറൊരു രസം എന്താ അറിയോ? ഞാൻ ചുരുക്കി പറയാ, വേറൊരു രസം. പിന്നെ ഓരോരുത്തർ കൊടുക്കണം എന്നാണ് ഇവർ പറയുന്ന മസല. ഓക്കെ, അങ്ങനെ കൊടുത്താൽ വീടായികൊന്നൊന്നുമില്ല, പക്ഷെ ഇതാണ് കൃത്യമായ സംവിധാനം. ഓരോരുത്തർ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തണമെന്നാണ്. വക്കീൽ എന്ന് പറഞ്ഞാൽ അഡ്വക്കറ്റ് അല്ല. വക്കീൽ എന്ന് പറഞ്ഞാൽ ചുമതലപ്പെടുത്തുന്നവരാണ്. അറബി വാക്കാണ് വക്കീല്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അഡ്വക്കറ്റ് എന്ന് നമ്മൾ പറയുന്ന വക്കീലില്ലേ, ആ വക്കീലല്ല ഇത്. ഇപ്പൊ ഞാൻ ഒരാളെ ചുമതലപ്പെടുത്തിയാൽ അയാൾ എന്റെ വക്കീലാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ഖുർആനിലില്ലേ, അല്ലാഹുവാണ് ഏറ്റവും നല്ല വക്കീൽ. അപ്പൊ ഒരു വക്കാലത്ത് ഏൽപ്പിക്കാം ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കാമെങ്കിൽ, ഒരാളെ ഏൽപ്പിക്കാൻ അനുവാദമുണ്ടെങ്കിൽ അത് ഒരാളെ ഏൽപ്പിക്കലാണോ കുറച്ചും കൂടെ സുരക്ഷിതത്വം? അതല്ല ഒരു ടീമിനെ ഏൽപ്പിക്കലായിരിക്കുമോ നല്ലത്? ആലോചിക്ക്, ചിന്തിക്ക്. ഒരാളാകുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സക്കാത്ത് നമ്മൾ നൽകണം. സക്കാത്ത് മാത്രമല്ല മുഅ്മിനീങ്ങളെ, റമളാൻ വരിക, മറ്റ് സദഖകൾ, മറ്റ് ഹദിയകൾ, അങ്ങനെ ധാരാളം ഇങ്ങനെ എന്താ പറയാ അടിച്ചു വീശുന്ന കാറ്റ് പോലെ നൽകണം. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അതാ പരിശുദ്ധ റസൂലിന്റെ മുന്നിലേക്ക് ഓടി വരികയാണ്. എന്തിനാണെന്നറിയുമോ ഓടി വരുന്നത്? ഖുർആനിൽ ഇതാ ഒരു ആയത്ത് അവതരിച്ചിരിക്കുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന് തുടങ്ങുന്ന ഒരായത്ത്. വിശ്വാസികളെ, നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കണോ, നന്മ കിട്ടണോ, പുണ്യം കൈവരിക്കണോ? ലൻ തനാലുൽ ബിർറ, എങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആദ്യം പണമായിരിക്കും അല്ലേ? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉടനെ ഓടി റസൂലിന്റെ മുന്നിലേക്ക്. റസൂലെ, മദീന പള്ളിയോട് ചേർന്നുള്ള ഇതാ വലിയ ഒരു എന്റെ ഭൂമി, എന്റെ പറമ്പ്, എന്റെ തോട്ടം, അല്ലാഹുവിന്റെ റസൂലെ, ബൈറഹ എന്ന് പറയുന്ന തോട്ടം, അതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് ഇതാ പരിശുദ്ധ ദീനിനായി ഞാൻ നൽകുന്നു റസൂലേ. എന്തൊരു പ്രചോദനം! അതിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളായ സമ്പന്നരായ ആളുകൾ, നമ്മുടെ നാട്ടിൽ പോലും എത്രയോ സമ്പന്നർ പരിശുദ്ധ ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി എത്ര പൈസയാ കൊടുത്തത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരെയും മനസ്സിൽ കൊണ്ടുവരികയാണ്. അള്ളാഹു തആല അവർക്കൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അവരുടെ ഖബറിൽ അതിന്റെ ഫലം റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അതുകൊണ്ട് ഈ സംവിധാനവുമായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു തൂണാണ്. പ്രധാനപ്പെട്ട 5 പില്ലറുകളിൽ ഒരു പില്ലറാണ്. അതിവിടെ നിലനിൽക്കണം. അത് മാതൃകാപരമായി നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഈ റമളാൻ വരവേൽക്കുന്ന ഈ സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജുമുഅ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകൾ, തെറ്റുകൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.